വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ടിന് ഒരു മെസ്സേജ് വന്നു വാട്സപ്പ് ബിസിനസ്സിൽ. ആ മെസ്സേജിൻ്റെ കൂടെ ഒരു ലിങ്ക് ഉണ്ടായിരുന്നു. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കുറച്ച് സമയത്തിനുള്ള ആളുടെ വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് ഹാക്കായി. വാട്സപ്പ് ബിസിനസ് ചാറ്റിൽ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ആൾക്കാരുടെയും നമ്പറിലേക്ക് ഈ പർട്ടിക്കുലർ മെസ്സേജ് വിത്ത് എ ലിങ്ക് എല്ലാവർക്കും സെൻഡായി. ആ മെസ്സേജിൽ പറയുന്നത് ഇങ്ങനെയാണ്: പ്ലീസ് ഫോർവേഡ് ഇറ്റ് ടു യുവർ കമ്പനീസ് ഫിനാൻസ് മാനേജർ ഫോർ വെരിഫിക്കേഷൻ. പ്ലീസ് ഓപ്പൺ ഇറ്റ് ഓൺ എ കമ്പ്യൂട്ടർ. ഇതിൽ എന്നെ ഞെട്ടിച്ചൊരു കാര്യം, ഈ മെസ്സേജ് എനിക്ക് റിസീവ് ചെയ്ത ഉടനെ ഇത് എനിക്ക് തന്നെയാണോ അയച്ചതെന്ന് ചോദിച്ചിട്ട് ഞാൻ വോയിസ് മെസ്സേജ് എൻ്റെ ഫ്രണ്ടിന് അയച്ചു. പക്ഷേ എനിക്ക് തിരിച്ചു വന്ന റിപ്ലൈ എന്ന് പറയുന്നത് യെസ് ഓപ്പൺ ഇറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ലിങ്ക് കണ്ട് നമ്മളൊന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങോട്ട് ചോദിക്കുമ്പോൾ വീണ്ടും യെസ് ഓപ്പൺ ഇറ്റ് എന്ന് റിപ്ലൈ വരുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യാനുള്ള സാധ്യത വീണ്ടും കൂടുകയാണ്. ചിലർക്ക് ഈ ലിങ്ക് കിട്ടിയിട്ടുണ്ടാവില്ല, മറ്റു പലർക്കും ഈ ലിങ്ക് കിട്ടിയിട്ടുണ്ടാവും. ക്ലിക്ക് ചെയ്യുന്നവരുടെ എല്ലാം വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് ഹാക്ക് ആവും, സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യും. അതുപോലെ ഇത് കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓപ്പൺ ചെയ്ത കമ്പ്യൂട്ടറുകളിൽ ടാലി പോലുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ ക്രാഷ് ആയി എന്ന് പറയുന്നുണ്ട്. കൺഫേം ചെയ്തിട്ടില്ലാത്ത അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് പൈസ പോലും നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ്. സോ വെരി കെയർഫുൾ. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ലിങ്കുകളിലും ക്ലിക്ക് ചെയ്യാതിരിക്കുക. ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉറപ്പായിട്ടും ഇതിന് താഴെ കമൻറ്റ് ചെയ്യണം. ആരും ഡേഞ്ചറസ് സിറ്റുവേഷനിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.